അപ്പോൾ യാത്രകൾക്കൊരുങ്ങുന്നവർ തൽക്കാലത്തേക്ക് ആലപ്പുഴ മാറ്റിപ്പിടിച്ചോളൂ, നേരെ കോഴിക്കോട്ടേക്ക് വന്നോളൂ. സാധാരണ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ ട്രാഫിക് ബ്ലോക്കിലൊന്നും പെടാതെ ബസ്സും കാറും ഒന്നും പിടിക്കാതെ നഗരം ചുറ്റിക്കറങ്ങാം. എന്ന് വെച്ചാൽ അതൊരു പുതിയ പദ്ധതിയാണ്. ഓട്ടോക്കും ബസ്സിനും ഒന്നും കാത്തു നിൽക്കേണ്ട, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി ബൈക്ക് റെന്റിനെടുത്ത് നഗരം ചുറ്റാം. തുടങ്ങിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളെങ്കിലും സംഗതി വൻ ഹിറ്റാണ് കോഴിക്കോട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ 4ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമാണ് റെന്റ് എ ബൈക്ക് കേന്ദ്രം. ഇവിടെ എത്തിയാൽ ബൈക്ക് റെന്റിനെടുത്ത് കോഴിക്കോട് നഗരം ചുറ്റിയടിക്കാം. ഫുൾ ചാർജ് ചെയ്ത ഇലക്ട്രിക് ബൈക്കാണ് നൽകുന്നത്. ഒപ്പം ഹെൽമറ്റും നൽകും. 12 മണിക്കൂറിന് 500 രൂപയും 24 മണിക്കൂറിന് 750 രൂപയുമാണ് വില. 1000 രൂപ മുൻകൂർ അടച്ച് ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും നൽകിയാൽ മതി, വണ്ടി അപ്പോൾ തന്നെ കിട്ടും. സ്റ്റാർട്ട് ചെയ്തിട്ട് 2 വീക്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനും വരുന്നവരെല്ലാ പാസഞ്ചേഴ്സിനും വണ്ടി വേണം കോഴിക്കോട് സിറ്റി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വണ്ടി നിലവിൽ കൊടുക്കാനില്ലാത്ത അവസ്ഥയാണ്. നമ്മളിവിടുന്ന് വണ്ടി കൊടുക്കുമ്പോൾ 100% ചാർജ് ചെയ്തിട്ട് കൊടുക്കും. ഫുൾ ചാർജിൽ കസ്റ്റമേഴ്സിന് മാക്സിമം ഒരു 100-105 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും. വണ്ടിയുടെ കൂടെ ഞങ്ങളൊരു ഹെൽമെറ്റ് കൊടുക്കും. എക്സ്ട്രാ പാസഞ്ചർ ഉണ്ടെങ്കിൽ നമ്മളൊരു ഹെൽമെറ്റ് കൂടി എക്സ്ട്രാ കൊടുക്കും. അതിന് 50 രൂപീസ് റെൻ്റ് ഉണ്ടാവും 24 ഹവേഴ്സിന്. നേരിട്ടെത്തി വണ്ടി ബുക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം മാത്രമാണ് നിലവിലുള്ളത്. ഡിമാൻഡ് കൂടിയതിനാൽ വലുതാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതിൻ്റെ സംരംഭകർ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി വലത്തേക്ക് നോക്കിയാൽ ഈ റെൻ്റ് ബൈക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് കാണാം. അപ്പോൾ ഇവിടേക്ക് വരിക, ബൈക്ക് റെൻറ്റിനെടുക്കുക, കോഴിക്കോട് മൊത്തമായിട്ട് അങ്ങ് ആസ്വദിക്കുക. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് വെക്കുക. ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുക, സേഫായി യാത്ര ചെയ്യുക. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 കോഴിക്കോട്.